കോടിറങ്ങിട്ടോ, മൊത്തം കോടിറങ്ങി. വാട്ട് എ ഫീൽ. ആ എന്താണ് നോക്കിക്കേ, നമ്മളെ ഈ കാട്ടിൽ വളരുന്ന പ്രത്യേക തരം ഓർക്കിഡ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്നാ കണ്ടോളി. ഏതാ ഈ മുതൽ കണ്ടങ്ങൾ? ഇതിനു മുമ്പ് വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ പുതിയൊരു വ്ളോഗുമായിട്ട് വീണ്ടും അസിസ്കൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് പോവാണേ. ഒരു ആനൻ്റെ ചൂര് കിട്ടീനി, അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. റമീസ് നല്ല മണമുണ്ട്, എവിടെയാണെന്ന് മനസ്സിലാവില്ല. വലിയ സാധനമാണ് ആന, പക്ഷെ കാണൂലേ. മണം കിട്ടിയപ്പോൾ എന്താ അവസ്ഥ? അടരുണ്ടോ? നല്ല മണമുണ്ടല്ലേ? ആ ശരിയാട്ടോ. അതെ, വെള്ളമുണ്ട്. സേഫ് സോൺ. എന്തായാലും ആനൻ്റെ വിളയാട്ടാണല്ലോ. ഏതായാലും പറമ്പക്ക് പിന്നെ കയറ്റല്ലോ കേട്ടോ. ഫെൻസിങ് ഓണാക്കിയെന്ന് വെച്ചാൽ ചായ അവിടെ. വീണ്ടും ഏറുമാടത്തിൽ. ഷാലു എത്തിയിട്ടില്ല, കുറച്ച് സമയം കഴിയുമ്പോഴേ എത്തുള്ളൂ. അങ്ങനെ അവിടെ ചെറിയൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ രണ്ടാൾ കയറി ചെറിയ ചെറിയ പണിയില്ല. ഇപ്പോൾ വരും കുറച്ച് കഴിയുമ്പോൾ. അത് ഇടിമിന്നലല്ലേ? നല്ലൊരു മഴ പെയ്ത് ചോർന്ന് ഫുഡ് ഏകദേശമായി. സാധനം വാങ്ങാൻ പോയപ്പോ ഉണക്കലിയും കഞ്ഞി റെഡിയായി. അതെ, കഞ്ഞി. ഓ, നമ്മളെ ഫുഡ് ആയിരിക്കണം. നല്ല തൈരും ഉണക്കലീനും കഞ്ഞിയുണ്ട്. കഞ്ഞിപ്പേരും കഞ്ഞി കഞ്ഞി കഞ്ഞി. അങ്ങനെ നമ്മൾ കഞ്ഞിക്കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് കാണിച്ചത്. എൻ്റെ മോനെ, എന്തത്? ഫുൾ കോട മുടി, ഒരു സെക്കൻഡിനുള്ളിൽ ഫുൾ കോട. ഹലോ മോനെ, ഇത് നോക്കടാ കൊണ്ടാ. കാണിപ്പൊന്ന് കാണും. ഇതാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. പെട്ടെന്ന് കോട വരും, അതേപോലെ പോവുകയും ചെയ്യും. നമുക്ക് പോലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത രീതിയിലായിരിക്കും. ആന ഉണ്ട്, നല്ല ആനശല്യമുള്ള സമയമാണ്. എടാ, ഫെൻസിങ് ഓണാക്കണോ? ഓണാക്കല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് ഓണാക്കല്ലേ, വൈകുന്നേരം. ആന കറക്റ്റ് ഇറങ്ങുന്ന സമയം. വിഷ്വൽ ബ്യൂട്ടി. അങ്ങനെ കോടയൊക്കെ പോയി. നല്ല ക്ലൈമറ്റ്. മെയിന്
ഓണല്ല, ഓഫാ. അത് അവിടെ അതിൻ്റെ എന്തോ ഒരു സംഭവം ഓണിങ്ങാണ്. മരല്ലേ ഉണ്ടോ? ഇതന്നെ എടുക്കുക. ചെറിയൊരു ബെൻഡ് ഉണ്ട്. മോൾക്കുണ്ടോ? കുടിക്കണോ? യാറ് മോളത്തെ ഇതിന്റെ ഇതിന്റെ അല്ലേ കവുങ്ങിന്റെ? അങ്ങനെ വീണ്ടും മഴ വരികയായി. വലുതല്ലേ? മക്കളെ ലേറ്റ് ആയി പോയിട്ടോ. ലേറ്റ് ആയി പോയി എന്ന് പറഞ്ഞാൽ നല്ല ലേറ്റ് ആയി പോയി. ഒന്നുമല്ല, ഞങ്ങൾ ബൈക്കിൽ ഞാനും ജോസഫും പാടെ നമ്മൾ ഏർമാടത്തിന് ഒരു ഡോർ ഉണ്ടാക്കി. ഒരു 10-30 കിലോ വെയിറ്റ് ഉണ്ട് ആ സാധനം. ആ ഡോർ എടുത്ത് ഞങ്ങൾ ആ കാട്ടിലൂടെ രണ്ടാൾ ബൈക്കുമ്മൽ ഇങ്ങനെ പിടിച്ചിട്ട് വരണം. എൻ്റെ ലഗേജും ഉണ്ട്. അങ്ങനെ പിടിച്ച് വരുന്നതിൻ്റെ ഇടയിൽ ക്ലച്ച് പോയി വണ്ടീൻ്റെ. അങ്ങനെ കാട്ടിൽ വണ്ടി നിർത്തിയിട്ട് എങ്ങനെയൊക്കെ അത് താങ്ങി കുറേ ടൈം എടുത്തു. 2 മണിക്കൂർ എടുത്ത് ഞങ്ങൾ വളർത്താൻ. അങ്ങനെ എത്തി. ഏതായാലും കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ, ഷോൾഡറൊക്കെ പോയില്ലേ. അപ്പൊ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ കാണിച്ചു തരാം. കുറച്ച് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അത്യാവശ്യം നിങ്ങൾ തന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടാവും. ഞാൻ കുറച്ച് ചെറിയൊരു കാരണം ഒന്നും ലേറ്റ് ആയി പോയി, വേറൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ള നമ്മൾ നാളെ ഒക്കെ തീർത്തിട്ട് നമ്മൾ നാളെ ഇറങ്ങും അല്ലേ? അതെ. ഇപ്പൊ അതിൻ്റെ ഇടയിൽ എടുക്കാനുള്ള നേരമല്ല, കാരണം നല്ല മഴയാണ്, ക്ലൈമറ്റ് മാറി. ഇവിടെ പെരുങ്കോട നേരത്തെ ആകുമ്പോ ബേസ് ഒക്കെ കെട്ടി കഴിഞ്ഞു, പരിപാടിയൊക്കെ തീർന്നു. അപ്പൊ ഇനി പുതിയൊരു കോണി അണ്ട് അടിച്ചാൽ മതി അല്ലേ? അതിന് നേരെ ഒരു കോണി വെച്ചിട്ട് മോൾക്ക മറ്റേ കോണി ഫിറ്റ് ചെയ്താൽ നമുക്ക് ഈ കോണി തന്നെ മറിച്ച് ഉണ്ടോ? ഇത് നോക്കിനോ? സെറ്റാ? നിങ്ങളുണ്ട്, ചെറിയൊരു ബെൻഡ് ഉണ്ട്. നമ്മ നോക്കാം എന്താ സീസണില്. മറ്റേ മരം മോളത്തെ ഏത് മരം? ആ അതൊന്നുണ്ട്. ഇന്ന് നമ്മ ബാക്കിയുള്ളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ വെറുതെ അങ്ങനെ വൈകുന്നേരം സാധനത്തിന് ഇറങ്ങി. പറമ്പുകളിലൊക്കെ പോയി വീട്ടിലേക്കൊക്കെ ഫോൺ ചെയ്തു. ഇനിയിപ്പോൾ ജോസഫിന് താഴത്തേക്ക് ഇറങ്ങണം. വീട്ടിൽ മമ്മി ഒറ്റയ്ക്കാണ്. ജോസഫ് എന്തായാലും പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ജോസഫ് പോവാണ്. അപ്പോൾ ജോസഫ് യാത്ര ആയിക്കോട്ടെ. നമുക്ക് ആ ഡോർ അവിടെ കൊണ്ടുപോയി ഇടിച്ചിരുന്നു. അത് നേരെ ഏർമാടത്തിൻ്റെ അവിടെ കൊണ്ടുപോയി വെക്കാം. ഓക്കെ, എന്നാ ആ ഡോറ് ചില്ലറ വെയിറ്റൊന്നുമില്ല. ആ ഡോറ് കൊണ്ട് ഞങ്ങൾ കുടുങ്ങി. ഞങ്ങളേ ആ ഫോറസ്റ്റ് റൂട്ടിന് കയറി പോകുകയും ചെയ്ത് പെട്ടും ചെയ്തു. എവിടെങ്കിലും കൊണ്ടുപോയി വെക്കും. മറ്റേ ഓർക്കിഡ് കിട്ടാറ്. ഓർക്കിഡോ? ആ അതാണ് ഓർക്കിഡ്. അല്ല, ഇതെവിടെ കൊണ്ടുപോയി വെക്കുക? ഓഹോ, നല്ല സാധനമല്ലോ. രണ്ട് മണിക്കൂർ ഞങ്ങൾ 3 മണിക്കത്തെ 2:30 ആയപ്പോൾ ഞങ്ങൾ ഈ കയറ്റം കയറാൻ തുടങ്ങി. അതിനുള്ളിൽ ക്ലച്ച് കഴിഞ്ഞാൽ കുടുങ്ങിയിട്ട് വണ്ടി ഈ സാധനം ഇത് കൊണ്ടുവരണ്ടേ? കുറച്ചു നേരം ഞാൻ വെക്കും, കുറച്ചു നേരം വെക്കും, വെയിറ്റ് കൊണ്ടോടെ വെക്കും, നിലത്ത് കുറേ നേരം.
മൊത്തം ജാതിയാണ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. 10 കിലോ ഉണ്ടാവും. ആംഗ്ലർ തന്നെ 26 കിലോ ഉണ്ടാവും വാങ്ങിയിട്ടുണ്ട്. ഓ ഇതാണ് നമ്മളെ എറണാകുളത്തിന്റെ പോണ വെയിറ്റ് ഉണ്ട് ആദ്യം എന്നോട് പറഞ്ഞല്ലോ റമീസ. ഇവിടുന്ന് കണ്ടങ്ങള് ജോസഫ് ഒറ്റക്ക് പോവാ ഇട്ടായിട്ട് ഓനിത് പ്രശ്നമല്ല. ഓൻ്റെ വീട് ഇതല്ലേനോ, കുറേ കാലം കാട്ടിൽ ജീവിച്ച മനുഷ്യനാണ്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററോളം കാട് ഇറങ്ങാണ്ട് ആ ആന നമ്മളാ കാണുന്ന കൊമ്പനൊക്കെ അതിലൊക്കെ ഇറങ്ങി നടക്കണം. പക്ഷെ ആശാന് വിഷയമല്ല, എല്ലാം ആശാന് സുപരിചിതമാണ്. അതാണ് ഏത് കാടായാലും എങ്ങനെ പോയിക്കോളൂ. അതാണ് ഞങ്ങളോട് പറഞ്ഞത്. സ്വർഗ്ഗക്കുന്നിൽ ഇതൊക്കെ കണ്ട് ഇത്രയും കാലം കാട് കണ്ട മനുഷ്യൻ സ്വർഗ്ഗക്കുന്ന് വന്നിട്ട് പറഞ്ഞ വർത്താനങ്ങൾ കേട്ടില്ലേ. അതാണ് സ്വർഗ്ഗക്കുന്നിൻ്റെ മാറ്റം കേട്ടോ. സ്വർഗ്ഗക്കുന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, കോടയിൽ ഇത് വേറൊരു ഭംഗിയാണ്. ഈ പറമ്പ് ഒരു മിനി സ്വർഗ്ഗക്കുന്നൊക്കെ പറയും. പക്ഷേ അവിടെ കാണുന്ന കാഴ്ചകൾ വേറെ, നമ്മൾ ആ ഏർമാടത്തിലിരുന്ന കാഴ്ചകൾ വേറെ തന്നെയാണ്. അങ്ങനത്തെ ഒരു വ്യൂ പോയിന്റ് ഇവിടെ ഇല്ല. ബാക്കിയൊക്കെ ഇവിടെ സെറ്റാണ് അല്ലേ, എല്ലാം ഇവിടെ ഉണ്ട്. കോട കൂടുതലായിട്ടുണ്ട്. വ്യൂ പോയിന്റ് കൂടി ഉണ്ടെങ്കിൽ ഇവിടെ പൊളിച്ചിനി. നല്ല കിടിലം വെള്ളച്ചാട്ടം ഉണ്ട്, നല്ല കിണ്ണം പറമ്പുണ്ട്, മാംഗോസിൻ തോട്ടമുണ്ട്. ഫുൾ ടൈം കോട ഇറങ്ങി നടക്കുന്നത്. ഒരു ദിവസം എന്തായാലും ഒരു 2-3 മണിക്കൂർ കോട എന്തായാലും ഉണ്ട്. അങ്ങനത്തെ ഒരു അടിപൊളി സ്ഥലം. പക്ഷേ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഇല്ല. അതാണ് അതിൻ്റെ മാറ്റം. ആ ഒരു വ്യൂ പോയിന്റാണ് നമ്മളെ സ്വർഗ്ഗക്കുന്നിൽ നമ്മളെ സ്വർഗ്ഗാക്കി മാറ്റിയ മാറി. അത് വേറെ ഫീലാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും കാട് കണ്ട ഓനും പറയണത് വേറെ ലെവലിൽ നിന്ന് അറിയുന്നു. കാരണം ഓ എല്ലാ സ്ഥലത്തും കാടുകളിലും പറമ്പുകളിലൊക്കെ നീങ്ങുന്നുണ്ട് പരിപാടി. മൂന്നാറിൽ ബലൂൺ പറത്തുക, ഏത് സൂര്യനെല്ലി അമ്മരി വിഷല്ലാശാൻ ബലൂൺ പറത്തുന്നു. ഇങ്ങോട്ട് പോകുമ്പോഴേ ഇരുന്നാണ്ട് ഒരു ദിവസം ഫുള്ള് അവിടെ ഒരേ ദിശയിൽ നോക്കിയിരുന്നു, ഒരു കമ്പ് പോലും എടുക്കാതെ അവിടെ ഇരുന്നു. അതാണ് ആ സ്വർഗത്തിൻ്റെ പ്രത്യേകത. നിങ്ങളിങ്ങനെ കുറേ തെറി വിളിച്ച് നിങ്ങൾ പണി തീർക്കില്ല എന്നിട്ട് കാര്യമില്ല. അങ്ങനെ കൈയുള്ളൂ അവിടെ. അല്ലെങ്കിൽ ഞങ്ങളൊരു 10 ദിവസം അടുപ്പിച്ചവിടെ നിൽക്കണം. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടും എടുത്ത് നമ്മൾ പണിയെടുക്കാം. നമ്മൾ വേനൽക്കല്ലോ പണിയെടുക്കണ്ടായിനി. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2-3 ദിവസം നമ്മളവിടെ നിൽക്കലുണ്ടായിനി. ഫുഡ് ഉണ്ടാക്കാൻ ഗ്യാസ് ഉണ്ടായിനി, എന്ത് സമാധാനം ഉണ്ടായിനി. ഇപ്പം അങ്ങനെയല്ല. അതാണ് കേട്ടോ പ്രശ്നം. ഒക്കെ ശരിയാവും, ശരിയാക്കാം. ലൈറ്റൊക്കെ ഇട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടി കേട്ടോ. ഇന്ന് എന്താണെന്ന് അറിയില്ല, എക്സ്ട്രീം ലെവൽ തണുപ്പാണ്, പെരും തണുപ്പ്. ജാക്കറ്റുമ്പോൾ കയറേണ്ടി വന്നു എല്ലാവരും. ഡോറൊക്കെ അടച്ചിട്ടോ, ഫുള്ള് അടച്ചിട്ടോ. 8 മണിയായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചു നേരം ദൃശ്യം 3 ഫിലിം ഉണ്ടായിനി. അപ്പോൾ അത് കുറച്ചു നേരം കണ്ടിരുന്നു. ഇപ്പം മെല്ലെ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയായി കണ്ടിട്ട് നല്ല സൈഡാവട്ടെ കേട്ടോ. ബാക്കി രാവിലത്തെ പണികളൊക്കെ രാവിലെ കാണിച്ചു തരാം. ഒന്നിപ്പം പ്രത്യേകിച്ച് വർക്ക് എടുക്കാനൊന്നും പറ്റിയില്ല എന്നെ കൊണ്ട്. ഞാൻ എത്തിയപ്പോൾ തന്നെ ഓൾറെഡി ബൈക്ക് കേടാവലും അതും പ്രശ്നങ്ങളും കാട്ടിലകപ്പെട്ടും ഫുള്ള് സീനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി രാവിലെ വർക്കുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കഞ്ഞി കുടിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ രാത്രി കാണിച്ചു തരാം കേട്ടോ. നമ്മളാണെങ്കിൽ ഒന്ന് പാലത്തിലേക്കൊന്ന് നടന്നിറങ്ങാം, ബസ്സിൽ നോക്കട്ടെ. ഓക്കെ, കഞ്ഞി കുടിക്കട്ടെ. കഞ്ഞിയുണ്ട്, പിന്നെ നല്ല തൈരുണ്ട്, ഉണക്കമീൻ പൊരിച്ചുണ്ട്, അച്ചാർ ഇവിടെ. അച്ചാറ് എടുത്ത സാധനം അവിടെ ഉള്ളു. ചമ്മന്തിയില് അച്ചാറുണ്ട്. പൊളി തന്നെ പൊളി. ഇതൊരു കാര്യം ചെയ്യും, പറ്റ് മാത്രമേ ഉള്ളൂ. ഗുഡ് മോർണിംഗ്. അപ്പോൾ എണീച്ചു, കിടക്കണം. എന്താ പുറത്തിലെ അവസ്ഥ? ഇതാ നല്ല ക്ലൈമറ്റ് ആണല്ലോ. 6:30 ആയിട്ടുള്ളൂ കേട്ടോ. ഞാൻ സ്വർഗത്തിൽ കയറിയിട്ട് അട്ട കടിച്ചിട്ട് കാലൊക്കെ നീര് വന്നു കേട്ടോ. അത്രയും അട്ടകൾ കടിച്ച്, ഇത്രയും കാലമായിട്ട് കടിക്കാത്ത കുളത്തിലുള്ള അട്ടകൾ. പിന്നെ നൈസായിട്ട് ആനമയക്കി അടിച്ച് പലതും സംഭവിച്ചു. രാവിലെ എണീച്ച് നടക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം കേട്ടോ.
ഇനി ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോയി ഫ്രഷ് ആവട്ടെ. നമുക്ക് നല്ല തണുപ്പാട്ടോ, പെരും തണുപ്പ്, ഭയങ്കര കുത്തുന്ന തണുപ്പാണ്, എന്താ അറിയില്ല. അപ്പോൾ തൽക്കാലത്തിന് ഒന്ന് എന്താ പറയുക 5-6 മാംഗോസ് ഉണ്ടെങ്കിൽ പറിച്ച് കഴിക്കട്ടെ. മാംഗോസും കഴിച്ച് അപ്പോൾ ഇതിന് സനു ചായ ഉണ്ടാക്കും. ചായ ഉണ്ടാക്കി പക്ഷെ എന്താ പ്രശ്നം അറിയാം, മാംഗോസിനൊക്കെ പറിച്ചിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ പൊള്ളായി മറ്റേ ഇതായി പോവും, ചീഞ്ഞു പോവും. നല്ല വെള്ള പൂ പോലുള്ള സാധനമാണ്, പക്ഷേ ഇതൊക്കെ ഉടഞ്ഞ് ഒരുമാതിരി ഇതായി പോകും. പ്രാവശ്യം അങ്ങനെ ഒരുപാട് കേടായി പോയതാണ്. അതാ പൈത്തെടുക്കണ്ടല്ലോ. അതെ അതിൻ്റെ ഉള്ളിലൊക്കെ അതാ അതൊക്കെ കണ്ടോ പൈത്തെടുക്കണം. സെറ്റല്ലേ? ഇവ ഇഷ്ടം പോലെ ഉണ്ട്. മിസ്സൊക്കെ കഴിക്കോ? ഇതൊക്കെ എവിടെതാ ഞാൻ അവിടെയൊക്കെ പോകണേ. നോക്ക് മഴ പെയ്തു നോക്കാം, മഴ പെയ്തു. നല്ല മഴയാണല്ലോ, രാവിലെ തന്നെ 7:30 ക്ലൈമറ്റ് ഇങ്ങനെ ആസ്വദിച്ച് വരികയാണ്. മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ, നല്ല പൊളിച്ച മഴ. സംഭവം ഞങ്ങളെ വിറകാട്ടോ, മറ്റേ ഇത് ഗ്യാസ് കഴിഞ്ഞതിൻ്റെ പേരിലുള്ള ഞങ്ങളൊക്കെ വിറകാണ്. അപ്പോൾ ഇനി ചായക്ക് വെള്ളം വെക്കാൻ വേണ്ടി പോവാം. വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ. എന്താ ഇവിടെ ഇങ്ങനെ എങ്ങനെ അരിക്കൂട്ടിന് ഇവിടെ ഇറങ്ങണ്ട ഞങ്ങൾ വേറൊന്ന് തരണം പോകട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഒന്നും കാണാതെ മീസാ കത്തിച്ചില്ലേ? വാ, മഴ പോയിന്. കോടിറങ്ങിട്ടോ, മൊത്തം കോടിറങ്ങി. വാട്ട് എ ഫീൽ. രണ്ടാണ് നോക്കിക്കേ, ഇതെന്താ കാണുന്നത് നോക്കിക്കേ, അടിപൊളിയല്ലേ? എന്താണ് അതിൻ്റെ മൂതരം? മാങ്കോസ്റ്റിൻ പഴങ്ങൾ പറിച്ച് ഞാൻ നടക്കാം മാങ്കോസ്റ്റിൻ തോട്ടത്തിലൂടെ. കേടുന്നോയിനടാ, കണ്ടമാനം കേടുന്നോയി. ഞാൻ പോയി തോട്ടി സംഘടിപ്പിക്കാൻ ഇങ്ങോട്ടെ. തോട്ടി കൊണ്ടുപോകണം, അത് രക്ഷല്ല. എന്താ സന തോട്ടിയാടെ കണ്ടിനോ? ഓ എന്താ ക്ലൈമറ്റ് നോക്കിയാ, രക്ഷയില്ല. അങ്ങനെ ഇവിടെയൊക്കെ പണി കിട്ടില്ല.
മഴ നിൽക്കുന്നില്ല മക്കളെ, മഴ നിൽക്കുന്നില്ല. എന്ത് കഷ്ടപ്പെടാം. മഴ കുറച്ച് നേരം നിന്നിട്ടില്ലെങ്കിൽ നമ്മളെ പരിപാടികൾ ചെയ്യുന്നു. ഫെൻസിങ് ഓഫ് ആക്കിയിട്ടില്ലേ? നമുക്ക് ഇനിയുള്ള ടാസ്ക് പറഞ്ഞാൽ 5 മീറ്ററിൻ്റെ 2 മരം കിട്ടും. അതാണ് ഇനിയുള്ള ടാസ്ക്. അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പെട്ടു. 5 മീറ്ററിന് നല്ല സൈസുള്ള മരമാണ്. നമ്മൾ കോണി അടിക്കാനേ. ഞാൻ മറ്റേ കോണിയെ തള്ളിച്ചെൻ്റെ വീട്ടിൻ്റെ വന്നിരുന്ന ആൾ അട്ടുണ്ട് കാലിന്. എൻ്റെ മഴയിനുള്ളിലൊക്കെ ഉണ്ട്, പക്ഷേ കൊണ്ടുവരലാണ് ടാസ്ക്. പോരില്ല. എൻ്റെ കൂട്ടത്തിൽ പോരല്ലേ, ശ്രദ്ധിക്ക്. ഇനി ഇവിടുന്ന് വലിച്ചാൽ മതിയാവും ചിലപ്പോൾ. എങ്ങോട്ട് അടിക്കാനുള്ളത്? എന്ത് കൂടുതലാണ് കുടുങ്ങി. ആ ചെറിയ കൊമ്പിന് അത്ര ഉറപ്പ്. ഇനി വലിച്ചെടുക്കാം, ഇനി ഇറങ്ങിപ്പോര്. ഈ മരം ചോദിച്ചത് തന്നെയാണ്. കയറിട്ട് വലിച്ചണോ? കയറിട്ട് വെക്കണോ? പിന്നെ പുതിയ സ്റ്റെപ്പ് അടിക്കാനുള്ള കോണി ഉണ്ടാക്കാണ്. ഈ കോണി നമ്മളിപ്പോൾ അടുത്ത് അയക്കും. താൽക്കാലികമായിട്ടുള്ളൊരു കോണിയായിരുന്നു ഇത്. വിത്ത് ഡോറും വന്നിട്ടുണ്ട് കേട്ടോ.
വർഷം കഴിഞ്ഞ് ഏകദേശം ഈ ഐറ്റൊക്കെ ആയപ്പോൾ അസാക്ക വിറ്റ് അസാക്ക എടുത്തു അസാക്ക മറ്റവർക്ക് ആകെ ഒരു സീസണായിട്ട് തിന്നാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇത് വെറുതെ അല്ല, അസീസ് ഖാൻ്റെ അല്ല. ഏത് കാലത്തായിരിക്കും വെച്ചെന്ന് നോക്കിയാൽ ഓരോ ബുദ്ധി ഏത് കാലത്ത് പോയി. 10 രൂപ അല്ല നമ്മളൊന്ന് മാംഗോ സ്റ്റിൻ സാധനം നല്ല വെയിറ്റാണ്. അനങ്ങൂല. ഇവിടെ ഫിറ്റ് ചെയ്ത പോലെ ഉണ്ടാവും. ഉണ്ടോ? ഇപ്പോൾ ഇതൊക്കെ ലോക്കായി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളെ അസിയൊക്കെ വന്നിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഫിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ തൽക്കാലത്തിന് ഉണ്ടോ ഇവിടെ ഒരു കുളത്തില്ല. നമ്മൾ ഇവിടുന്ന് തുറക്കണം എന്നുണ്ടെങ്കിൽ കഴിയും. ഇതിപ്പോൾ അടച്ചു വെച്ചാൽ പിന്നെ തുറക്കാനൊരു മാർഗ്ഗമില്ല. അത് നമ്മൾ ശ്രദ്ധിച്ചില്ല. ബാക്കിയൊക്കെ ലെവല് ബാക്കിയുള്ള സൈഡത്തെ ഹോളും കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെ സെറ്റാക്കി ആ ഒരു മൂഡിലിങ്ങനെ പോകുന്ന 10 കിലോണ്ട്. ഇനി ഇത് താഴത്തിറക്കാറിനാ പോസിബിൾ അല്ല. പക്ഷേയൊക്കെ വന്നിട്ടേ എന്താ പ്ലാൻ ചെയ്തിട്ട് ചെയ്യാം. ജീപ്പ് എടുത്ത് പോയിട്ട് അപ്പൻ ഒരു കുളത്ത് വെച്ച് വരാൻ കഴിയണേ അതല്ല നല്ലേ അല്ലേ? കോണിന്റെ വർക്ക് ഇതാ. കോണി കട്ടാൻ വേണ്ടിട്ട് നമ്മളൊരു ദിവസം ഫുൾ എടുത്തിട്ട് കോണി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കോണി ഇവിടെ എത്തിച്ച് കയറ്റാനും കെട്ടാനും ഒക്കെ എന്ത് വെയിറ്റ് 5-6 ആൾക്കാരും പിടിച്ച് 6 മണിക്കൂറുണ്ട് പരിപാടി കഴിഞ്ഞു. കൈ നല്ല പരിക്കറ്റിട്ടോ മരം കൊണ്ടുവന്നിട്ട്. കൈ താത്തിലാന്ന് കയ്യില്ല, നല്ല വേദന. ഇതിലാണ് അതിന് പണിയൊക്കെ വിച്ഛേദിച്ച് അവിടെ അങ്ങനെ ഇരിക്കുക. ആണെന്നുണ്ടേ റെഡിയാവും. എന്താ സ്കൈ സ്കൈ അതിനധികം ചവിട്ടിക്കണം. ഇപ്പൊ പോകും. ഇപ്പൊ നിൽക്കണം. നിക്കണേമല് അത് വീണ് ഇറങ്ങണം. അപ്പോൾ സ്വനം കഞ്ഞി ചൂടാക്കാൻ വേണ്ടി പോവാണ്. നേരല്ല 11:30 മണിയായി. 1 മണിക്കൂറുണ്ട്. കഞ്ഞിയും കാര്യങ്ങളൊക്കെ കുടിച്ച് 12 മണിയാകുമ്പോഴത്തേക്കും ഈ കോണി ഫിറ്റാക്കി. പരിപാടികൾ ഏകദേശമൊക്കെ തീർന്നു കേട്ടോ. ഇതാണ്ടോ കയറൊക്കെ കെട്ടി കഴിഞ്ഞു. ഇതവിടെ ഒരു കോണി. അതിൻ്റെ ഉള്ളിലേക്ക് തൽക്കാലത്തിന് നമ്മൾ ആ കോണി വെച്ചിട്ട് ഫ്രെയിം അടിച്ചിട്ടില്ല. ഓക്കെ. പരിപാടി നിർത്തി ഞങ്ങൾക്ക് പള്ളിയിൽ പോകണം. ഞങ്ങൾ പോട്ടെ. ചീന്തി വന്നു. സുഖമല്ലേ? സുഖം. ഓഫ് കോഴ്സ് നിങ്ങൾ പണിയെടുക്കാൻ സുഖമായില്ലേ? ഓ സമയം ഏകദേശം 12 മണിയായി. ഞങ്ങൾക്ക് പള്ളിക്ക് എത്തണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ യാത്രയാണ്. പെട്ടെന്ന് പോട്ടെ. ബാക്കിയൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും വണക്കം. വണക്കം 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 മക്കളെ, വണക്കം.